നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറ്റിപ്പുറം പാരശ്ശന്നൂരിൽ യുവാവിനെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു കാണാതായി. എടച്ചലം സ്വദേശി സഹദ് എന്ന യുവാവിനെയാണ് കാണാതായത്. കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം അർജന്റീന സ്വന്തമാക്കിയതിന്റെ ആഘോഷത്തിനിടെ പടക്കം പൊട്ടി 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ബൈക്കിലിരുന്ന് പടക്കം പൊട്ടിക്കുന്നതിനിടെ അബദ്ധത്തിൽ കയ്യിലുണ്ടായിരുന്ന പടക്കത്തിന് തീപിടിച്ചാണ് ഇരുവർക്കും പരിക്കേറ്റത്. യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിനും തീപിടിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. സംസ്ഥാനത്ത് ഇന്ന് 12,220 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,16,563 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.48%. മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ച 1,761 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ലോക്ക്ഡൌൺ ലംഘിച്ച പാറമടയിൽ കുളിക്കാനെത്തിയവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് താനൂർ പോലീസ്. ഒഴൂർ അയ്യായ വെള്ളച്ചാൽ നരിവടയ്ക്ക് സമീപം കോറിയിൽ കുളിക്കാനെത്തിയവരുടെ വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. വിശദമായ വാർത്തകളിലേക്ക്. കുറ്റിപ്പുറം പാരശ്ശന്നൂരിൽ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. എടച്ചലം സ്വദേശി സഹദ് എന്ന യുവാവിനെയാണ് കാണാതായത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം. കൂടെയുണ്ടായിരുന്ന 2 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കുറ്റിപ്പുറത്തിനടുത്ത് പേരശ്ശന്നൂരിൽ യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടു. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ സഹോദര പുത്രന്മാരടങ്ങുന്ന 3 യുവാക്കളിൽ ഒരാളെയാണ് കാണാതായത്. എടച്ചലം പന്നിക്കാലയിൽ വീട്ടിൽ അബ്ദുൾ കരീമിന്റെ മകൻ സഹദിനെയാണ് കാണാതായത്. ഉച്ചയ്ക്ക് 12:40 അപകടം. പേരശ്ശന്നൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ കടവിലാണ് അപകടമുണ്ടായത്. സഹദിന്റെ സഹോദരനും അമ്മാവിന്റെ മകനും പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട യുവാക്കളെ സഹദ് രക്ഷപ്പെടുത്തിയെങ്കിലും ഇയാൾക്ക് കരയിൽ കയറാനായില്ല. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുറ്റിപ്പുറം CI ശശീന്ദ്രൻ മേലയിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിശക്തമായ പുഴയിലെ ഒഴുക്കും മഴയും തിരച്ചിലിന് തടസ്സമാകുന്നുണ്ട്. കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം അർജന്റീന സ്വന്തമാക്കിയതിന്റെ ആഘോഷത്തിനിടെ പടക്കം പൊട്ടി 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ബൈക്കിലിരുന്ന് പടക്കം പൊട്ടിക്കുന്നതിനിടെ അബദ്ധത്തിൽ കയ്യിലുണ്ടായിരുന്ന പടക്കത്തിന് തീപിടിച്ചാണ് ഇരുവർക്കും പരിക്കേറ്റത്. യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിനും തീപിടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 7:30 താനാളൂർ ചുങ്കത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരത്തിലെ അർജന്റീനയുടെ വിജയാഹ്ലാദത്തിനിടെ പടക്കം പൊട്ടി താനാളൂർ സ്വദേശികളായ കണ്ണറിൽ ഇജാസ്, പൂച്ചെങ്ങൽ സിറാജ് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 7:30 താനാളൂർ ചുങ്കത്ത് വെച്ചാണ് സംഭവം. വിജയാഹ്ലാദത്തിന് പൊട്ടിക്കാൻ പടക്കവുമായി വരുന്നതിനിടെ ബൈക്കിലിരുന്ന് പടക്കം പൊട്ടിക്കുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന പടക്കങ്ങളിലേക്ക് അബദ്ധത്തിൽ തീ പടർന്നതോടെ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഒരാൾക്ക് ശരീരത്തിന്റെ പുറംഭാഗത്തും മറ്റൊരാൾക്ക് കാലിനുമാണ് പൊള്ളലേറ്റത്. ഇരുവരെയും നാട്ടുകാർ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രികളും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് രാവിലെ അപകടം ഉണ്ടായത്. അത് അറിഞ്ഞ ഉടനെ തന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി കോട്ടക്കൽ മിംസിലാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞാനും മിംസിൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കൂടി മിംസിൽ പോയിരുന്നു. അപ്പോൾ മിംസിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം 2 ആളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടുണ്ട്. പരിക്ക് 2 ആൾക്കും ചെറിയ തോതിൽ പരിക്കൊക്കെ ഉണ്ട്. ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് പരിക്കുണ്ട്. ഏതായാലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ നാട്ടുകാരൊക്കെ അവിടേക്ക് പോയിട്ടുണ്ട്. താനാളൂർ സോഷ്യോ എക്കണോമിക് കൾച്ചറൽ ഓർഗനൈസേഷൻ ക്ലബ്ബിലെ പ്രവർത്തകരാണ് ഇരുവരും. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ കഴിയുന്ന മലപ്പുറം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി റിയാസിനെ തിരൂരിലെ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി റിയാസ് തിരൂരിനെയാണ് തിരൂരിലെ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചത്. അഡ്വക്കേറ്റ് രതീഷ് കൃഷ്ണ, നൌഷാദ് പരന്നേക്കാട്, ജംഷീർ പാറയിൽ, CV വിമൽകുമാർ, ഷറഫുദ്ദീൻ കണ്ടാത്തിൽ, നാസർ പൊറൂർ, വി ഷമീർ ബാബു, കെ അർഫാത്ത്, ഹനീഫ പാങ്ങാട്ട്, രാജേഷ് പരന്നേക്കാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദർശിച്ചത്. നിയമം കൈയാളുന്ന അധികാരികൾ തന്നെ നിയമം കയ്യിലെടുക്കുന്ന തരത്തിലുള്ള നടപടികളുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറും ജില്ലാ മാധ്യമത്തിൻ്റെ സെക്രട്ടറിയുമായ മാധ്യമത്തിൻ്റെ സംഘടനയുടെ സെക്രട്ടറിയുമായ റിയാസ് തകനെയാണ് അകാരണമായി പോലീസിലെ തിരൂരിലെ ഏറ്റവും ഉയർന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ CI തന്നെ നേരിട്ട് ഇറങ്ങിച്ചെന്ന് അതിക്രൂരമായി ഒരു പ്രകോപനമില്ലാതെ അതിക്രൂരമായി ഒതുക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മളത് കണ്ടതാണ്. ഇത്തരത്തിൽ മൃഗീയമായ ഒരിക്കലും പൊതുസമൂഹത്തിൽ നിന്ന് വെക്കാൻ പറ്റാത്ത തരത്തിൽ ബാലിശമായ നടപടികൾ സ്വീകരിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനായാലും ശരി അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.
ഒരു തരത്തിലും ഇത്തരത്തിൽ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമല്ല. ശക്തമായ നിയമ നടപടി വകുപ്പ് തലത്തിൽ നടപടി സ്വീകരിക്കാൻ പാർട്ടി തലത്തിൽ തന്നെ ഈ ഒരു അഭ്യർത്ഥന എന്ന രീതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ പൊതുപ്രവർത്തകർക്ക്, ഈ മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി അവരുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സൂചിപ്പിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അശാസ്ത്രീയ കോവിഡ് കണക്കുകൾ ചെറുകിട കച്ചവട മേഖലയെ ഇല്ലാതാക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് PA ഭാവ പറഞ്ഞു. വെൽഫെയർ പാർട്ടി നടത്തുന്ന വ്യാപാരികളെ കൊലക്കി കൊടുക്കരുതെന്ന ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് മറവിൽ നടപ്പിലാക്കുന്ന അശാസ്ത്രീയ കോവിഡ് നിയന്ത്രണങ്ങൾ കാരണമായി ചെറുകിട കച്ചവടക്കാരുടെ ജീവിതം ദുരിതത്തിലാകുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് PA ഭാവ പറഞ്ഞു. വെൽഫെയർ പാർട്ടി നടത്തുന്ന വ്യാപാരികളെ കൊല്ലരുത് എന്ന ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രോട്ടോകോൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട്, കോവിഡ് മാനദണ്ഡം പൂർണ്ണമായി പാലിച്ചുകൊണ്ട് സർക്കാർ നിശ്ചയിക്കുന്ന ഒരു സമയപരിധി, ഈ പറഞ്ഞാൽ രാവിലെ 7 മണി മുതൽ 2 മണി വരെയെങ്കിലും കടകൾ എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കീഴിൽ സംസ്ഥാനത്തുടനീളം ഉപവാസ നടത്തുന്നുണ്ട്. എന്നിട്ട് പോലും ഈ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. എല്ലാ ദിവസവും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കട തുറക്കാൻ വേണ്ടി കച്ചവടക്കാരെ കൂടെ ഒരു വലിയ സന്ദേശവുമായിട്ടാണ് വെൽഫെയർ പാർട്ടിയും പ്രവർത്തന രംഗത്തുള്ളത്. നാനാ ദിക്കിൽ നിന്നും ഈ പറഞ്ഞ IMA പോലുള്ള സംഘടന അടക്കം ഇത് അശാസ്ത്രീയമായ സംവിധാനമാണ്, ഇതിന് മാറ്റം വരുത്തി ഒരു സമയക്രമം രൂപപ്പെടുത്തി ചില ദിവസങ്ങളിൽ മാത്രം കടകൾ തുറക്കുന്നതിലൂടെ ആളുകൾ കൂടുന്നതിനും അതിലൂടെ കോവിഡ് വ്യാപനത്തിനുമാണ് ഇടവരുത്തുന്നത്. വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന മദ്യശാലകൾക്ക് മുന്നിൽ ഇല്ലാത്ത നിയന്ത്രണം വ്യാപാരികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ബോധ്യപ്പെടുന്നതെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കിഴുപ്പറമ്പ് പറഞ്ഞു. ചെറുകിട വ്യാപാര രംഗത്ത് കോവിഡ് കാലത്ത് സർക്കാർ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എടുത്തു നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരമൊരു ക്യാമ്പയിനുമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. വ്യാപാരി സുഹൃത്തുക്കൾക്കും ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. അവർക്ക് കടകൾ എല്ലാ ദിവസവും തുറക്കുവാനുള്ള അനുമതി അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ വ്യാപാരി സുഹൃത്തുക്കൾ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തുടനീളം എല്ലാവരിൽ നിന്നും ഒപ്പ് ശേഖരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ്, ജില്ലാതല ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. വ്യാപാരികൾക്ക് പ്രത്യേക പാക്കേജ് തയ്യാറാക്കി അവരുടെ പ്രശ്നങ്ങളിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നും മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജൂലൈ 12 മുതൽ 16 വരെ വെൽഫെയർ പാർട്ടി ക്യാമ്പയിൻ നടത്തുന്നത്. വ്യാപാരികളിൽ നിന്നും മുഴുവൻ ജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കും. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വഡേരി, ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന്, ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ, ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളായ PP അബ്ദുറഹ്മാൻ, C മമ്മി, PA റഷീദ്, അബ്ദുറഹ്മാൻ KC, മജീദ് മാടമ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടർന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ജൂലൈ 11 ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ജൂലൈ 12 ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ശക്തമായതോ അതിശക്തമായതുമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24 മണിക്കൂറിൽ 115.6 മുതൽ 204.4 വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജൂലൈ 11 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്. ജൂലൈ 12 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്. ജൂലൈ 13 എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ജൂലൈ 14 ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ജൂലൈ 15 എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
24 മണിക്കൂറിൽ 64.5 മുതൽ 115.5 വരെയുള്ള മഴയാണ് ശക്തമായ മഴ കൊണ്ട് അർത്ഥമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. 2018, 2019, 2020 വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടായ മേഖലകളിലുള്ളവർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും വിദഗ്ധ സമിതിയുടെയും അപകട സാധ്യത മേഖലകൾ അഥവാ വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും അവിടങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കേണ്ടതാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്താൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓറഞ്ച് ബുക്ക് 2021 നിർദ്ദേശിച്ച തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കേണ്ടതാണ്. തിരൂർ നഗരസഭ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾക്ക് രൂപം നൽകി. ആഘോഷ പരിപാടിയുടെ ലോഗോ പ്രകാശനം തിങ്കളാഴ്ച നടക്കും. നഗരസഭയുടെ മുൻ വൈസ് ചെയർമാൻ കൂടിയായിരുന്ന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന് പൗരസ്വീകരണം നൽകും. രാവിലെ 10 കൗൺസിൽ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. സുവർണ ജൂബിലി ആഘോഷത്തിനൊരുങ്ങി തിരൂർ നഗരസഭ. തിരൂർ നഗരസഭയുടെ സുവർണ ജൂബിലി ലോഗോ പ്രകാശനം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നഗരസഭാ ഹാളിൽ നടക്കും. തിരൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ കൂടിയായിരുന്ന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ എന്നിവർക്ക് പൗരസ്വീകരണം നൽകുമെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. തിരൂർ നഗരസഭ വളരെ വിപുലമായ പരിപാടികളോടെ നഗരസഭയുടെ 50ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അതിൻ്റെ ലോഗോ പ്രകാശനവും നമ്മുടെ തിരൂരുകാരനായ ബഹുമാന്യനായ മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവർക്ക് തിരൂരിൻ്റെ പൗരാവലിയുടെ ഒരു സ്വീകരണവും ബഹുമാന്യനായ MLA കുറുക്കോളി മൊയ്തീൻ അവർക്കും തിരൂർ നഗരസഭയുടെ ഒരു സ്വീകരണ പരിപാടി വരുന്ന 12-ാം തീയതി 10 മണിക്ക് കൗൺസിൽ ഹാളിൽ വെച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളുടെയും മറ്റ് പൊതുജനങ്ങളുടെയും എല്ലാ പിന്തുണയും നഗരസഭ ആവശ്യപ്പെടുകയാണ്. ഈ സംസ്ഥാന ഭരണകൂടത്തിൽ നിന്ന് നഗരസഭയിലേക്ക് വന്നു ചേരാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടുമുള്ള ഒരു സ്വീകരണം കൂടിയാണിത്. അതിന് തിരൂരിലെ പൗരാവലി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാവരെയും ഈ വരുന്ന തിങ്കളാഴ്ച 10 മണിക്ക് ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്യുന്നു. തിരൂർ സബ് കളക്ടർ സൂരജ് ഷാജി IAS വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാര സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർപേഴ്സൺ AP നസീമ, വൈസ് ചെയർമാൻ P രാമൻകുട്ടി, KK സലാം മാസ്റ്റർ, മുനിസിപ്പൽ സെക്രട്ടറി TV ശിവദാസൻ, PKK തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബെന്യാമിൻ്റെ ആടുജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ഒഴൂർ ഫ്രണ്ട്സ് ക്ലബ് ഗ്രന്ഥാലയത്തിന്റെ ബാനറിൽ തയ്യാറാക്കുന്ന മസറ എന്ന ഹ്രസ്വചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം C ശശികുമാർ നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഒഴൂർ ഫ്രണ്ട്സ് ക്ലബ് ഗ്രന്ഥാലയമാണ് ഹ്രസ്വചിത്രം നിർമ്മിക്കുന്നത്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ വായനാ പക്ഷാചരണം നടക്കുകയാണ്. ഒഴൂർ ഫ്രണ്ട്സ് ക്ലബ് ഗ്രന്ഥാലയം ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ ഗ്രന്ഥശാല സംഘം ആഹ്വാനം ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും നടത്തി കഴിഞ്ഞു. പിന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമായിട്ടുള്ള ബെന്യാമിൻ്റെ ആടുജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ചിത്രീകരണമാണ് ഇവിടെ നടക്കുന്നത്. മസ്ര എന്ന് പേരിട്ടിട്ടുള്ള ഇതിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ നടക്കുന്നത്. ബെന്യാമിന്റെ ആടുജീവിതത്തെ ആസ്പദമാക്കി മസറ എന്ന പേരിലൊരുക്കുന്ന ഹ്രസ്വചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം C ശശികുമാർ നിർവഹിച്ചു. നമുക്കറിയാം, കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെ കടുത്ത ഭാഷയിൽ ആവിഷ്കരിച്ച മലയാളത്തിലെ പ്രശസ്ത നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. ജീവിത ദുരന്തങ്ങളുടെ പച്ചയായ ജീവിത ദുരന്തങ്ങളുടെ മുഖത്തുകൂടി സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ, അതും ഉപജീവനാർത്ഥം വിദേശത്ത് ജോലിക്ക് പോയി അവിടെ അനുഭവിക്കുന്ന യാതനകൾ. ആ യാതനകൾ, അത് ആടുജീവിതം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, വായനയുടെ ഒരു തീവ്രമായ അനുഭവമാണ്. അപ്പോൾ അത് അതേ രീതിയിൽ തന്നെ ആവിഷ്കരിക്കുന്ന ഒരു കൊച്ചു സിനിമയാണ് ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് ഈ മസറ എന്ന് പറയുന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ. ഇതിൻ്റെ രചനയും സംവിധാനമൊക്കെ നിർവഹിക്കുന്നത് KT രാധാകൃഷ്ണനാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ശ്രമത്തിലാണ്. അത് നല്ല രീതിയിൽ വരുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ എന്താ പറയുക പിന്തുണ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.
സംവിധായകൻ KT രാധാകൃഷ്ണൻ, രമേശ് വാര്യത്ത, ജയൻ, ഗ്രന്ഥശാല സെക്രട്ടറി P രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരുപക്ഷെ മലയാള വായനയെ ഒരു പ്രകമ്പനമായി തിരിച്ചു കൊണ്ടുവന്ന ആടുജീവിതം എന്ന പ്രശസ്തമായ മലയാള നോവലിനെ ആസ്പദമാക്കി അതിൽ പറഞ്ഞിട്ടുള്ള മസറ, അറബിയിൽ കൂടാരം എന്ന് അർത്ഥം വരുന്ന മസറ എന്ന ഒരു കൊച്ചു സിനിമയ്ക്കാണ് ഞങ്ങളിവിടെ ശ്രമിക്കുന്നത്. വളരെ അഭിമാനമുണ്ട് ഈ പുസ്തകത്തിൻ്റെ, ഈ ആടുജീവിതത്തിൻ്റെ ഭ്രൂണാവസ്ഥ മുതൽ ആ പുസ്തകത്തിൻ്റെ കൂടെ സഞ്ചരിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരൻ്റെ രചന ഇത്തരത്തിലൊരു സിനിമ. SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിന് തുടക്കമായി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീധന സമ്പ്രദായം ഇസ്ലാമിന് അന്യമാണെന്നും സാമ്പത്തിക നിബന്ധനകൾ വെച്ചല്ല വിവാഹം എന്ന പവിത്രമായ കർമ്മം നടത്തേണ്ടതെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സ്ത്രീധന സമ്പ്രദായം ഇസ്ലാമിന് അന്യമാണെന്നും സാമ്പത്തിക നിബന്ധനകൾ വെച്ചല്ല വിവാഹമെന്ന പവിത്രമായ കർമ്മം നടത്തേണ്ടതെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സ്ത്രീകളോട് മാന്യമായും ബഹുമാനത്തോടെയും പെരുമാറാൻ സമൂഹം ശീലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. SSF സംസ്ഥാന കമ്മിറ്റി ഓൺലൈനായി സംഘടിപ്പിച്ച പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ കോൺഫറൻസായ പ്രൊഫ് സമിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർക്ക് മറുപടി പറയാനും പറ്റും. ഇപ്പോൾ സ്ത്രീധനത്തിൻ്റെ ശബ്ദവും കോലാഹലവും അവിടെ ഇവിടെയൊക്കെ നടക്കുക. ഇസ്ലാമിൽ അങ്ങനെ ഒരു സ്ത്രീധനം പറഞ്ഞിട്ടില്ല. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് തരണമെങ്കിൽ ഇത്ര പൊന്ന് തരണം, ഇത്ര പണ്ടം തരണം, അത് വേണം ഇത് വേണമെന്ന് നിബന്ധനയാക്കലാണ്. അങ്ങനത്തെ യാതൊരു നിബന്ധനയും ഇസ്ലാമിലില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല നിബന്ധനയാക്കാൻ. വധുവിനെയും വരനെയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് സ്ത്രീകളോട് നല്ല നിരക്ക് ബഹുമാനിച്ച് ജീവിക്കണം. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമ അരാജക പ്രവണതകളുടെ കാരണം സമൂഹത്തിന്റെ ധാർമ്മികാരോഗ്യം തകർന്നതാണെന്ന് കാന്തപുരം അഭിപ്രായപ്പെട്ടു. 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതും സ്ത്രീധന മരണങ്ങൾ വർദ്ധിക്കുന്നതും കൊട്ടേഷൻ സംഘങ്ങൾ പെരുകുന്നതുമെല്ലാം സമൂഹത്തിന്റെ ധാർമ്മിക ശോഷണത്തിന്റെ സൂചനകളാണ്. സമൂഹത്തിന്റെ ധാർമ്മിക വൽക്കരണമാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു തലമുറയുടെ സൃഷ്ടിപ്പിന് മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയൂ. പുതിയ തലമുറയെ നേരിന്റെയും നന്മയുടെയും പാതയിൽ വഴി നടത്താനുള്ള പരിശ്രമങ്ങൾ നിരന്തരം നടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. SSF സംസ്ഥാന പ്രസിഡന്റ് KY നിസാമുദ്ദീൻ ഫാദലി അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് അലി സക്കാഫി തൃക്കരിപ്പൂർ, CN ജാഫർ സാദിഖ്, ഹമീദ് അലി സക്കാഫി പാലാഴി, CM സാബിർ സക്കാഫി എന്നിവർ സംസാരിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മീറ്റിൽ രാജ്യത്തെ വിവിധ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ നിന്നായി 5000 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. മതം, രാഷ്ട്രീയം, സാമൂഹികം, പഠനം, കരിയർ, കല തുടങ്ങിയ വിവിധ സെഷനുകൾക്ക് പണ്ഡിതരും വിദ്യാഭ്യാസ വിചക്ഷണരും നേതൃത്വം നൽകും. സംസ്ഥാനത്ത് ഇന്ന് 12,220 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,16,563 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.48%. സംസ്ഥാനത്ത് ഇന്ന് 12,220 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറത്ത് 1,861, കോഴിക്കോട് 1,428, തൃശൂർ 1,307, എറണാകുളം 1,128, കൊല്ലം 1,012, തിരുവനന്തപുരം 1,009, പാലക്കാട് 909, കണ്ണൂർ 792, കാസർഗോഡ് 640, കോട്ടയം 609, ആലപ്പുഴ 587, വയനാട് 397, പത്തനംതിട്ട 299, ഇടുക്കി 242 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,16,563 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.48%. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 97 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 14,586 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 71 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 11,497 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 612 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 40 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 12,502 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 3,86,876 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ജില്ലയിൽ ഞായറാഴ്ച 1,861 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.92% രേഖപ്പെടുത്തിയത്. ജില്ലയിൽ ഇതുവരെ 1,298 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.92% രേഖപ്പെടുത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K സക്കീന അറിയിച്ചു. ഞായറാഴ്ച 1,861 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 1,382 പേർ കോവിഡ് ബാധയ്ക്ക് ശേഷം ജില്ലയിൽ രോഗമുക്തരായി. ഇതോടെ കോവിഡ് മുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,35,901 പേരായി. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 1,812 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 11 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കും വിദേശത്ത് നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 35 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 46,229 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 1,298 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. അർജന്റീന ബ്രസീലിന്റെ വല കുലുക്കുമ്പോൾ മതിമറന്ന് ആഘോഷിച്ച് മന്ത്രി V. അബ്ദുറഹ്മാൻ.
ചെറുപ്പം മുതൽ അർജന്റീന ആരാധകനായ മന്ത്രിക്കും ഇത് കാത്തിരിപ്പിനൊടുവിലെ സന്തോഷ നിമിഷങ്ങളാണ്. മന്ത്രിയുടെ തിരൂരിലെ വീട്ടിൽ വിജയത്തിൻ്റെ അലോലികൾ ഇനിയും അമർന്നിട്ടില്ല. കുഞ്ഞുനാൾ മുതൽ മനസ്സിൽ കയറിക്കൂടിയ ഇഷ്ടമാണ് അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സിയോടുള്ള പ്രണയം. മന്ത്രിയായിട്ടും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. പഴകും തോറും വീര്യമേറുന്ന വീഞ്ഞു പോലെ വളരും തോറും പെരുകി വരുന്ന പ്രണയം. അതാണ് മന്ത്രിയെ ടിവിക്ക് മുന്നിൽ പിടിച്ചിരുത്തിയത്. കളിയുടെ ഓരോ നിമിഷവും ശ്വാസമടക്കി പിടിച്ച അദ്ദേഹം ആ TV സ്ക്രീനിന് മുന്നിലിരുന്നു. 21-ാം മിനിറ്റിൽ ഡീപോൾ ഉയർത്തി നൽകിയ പന്ത് മനോഹരമായ വോളിയിലൂടെ ഡിമരിയ വലയിലാക്കുമ്പോൾ ഇരിപ്പിടത്തിൽ നിന്ന് മന്ത്രി അറിയാതെ എഴുന്നേറ്റ് കൈയടിച്ചു. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സന്തോഷം ആ മുഖത്ത് കണ്ടു. കളിയിൽ നിരവധി ചാൻസുകൾ കിട്ടി. പക്ഷേ അവസാനം 16 വർഷത്തിന് ശേഷം അർജന്റീന കോപ്പ കപ്പ് നേടിയിരിക്കുന്നു. നിരവധി ചാൻസുകൾ നഷ്ടപ്പെടുത്തിയെങ്കിലും വീണ്ടും ലോകകപ്പിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഇരു ടീമുകളും ഇരുന്നിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് കളി കാണുന്ന മന്ത്രിക്കും ഉദ്യോഗത്തിന്റെ നിമിഷങ്ങൾ. ഓരോ അവസരങ്ങളും തുറക്കപ്പെടുമ്പോഴും ആവേശം അലതല്ലി. നഷ്ടമായ അവസരങ്ങളിൽ നിരാശനായി. കളി കണ്ടും വിലയിരുത്തിയും മന്ത്രിയും പരിവാരവും. കളി അവസാനിക്കാറായപ്പോൾ ലീഡ് ഉയർത്താനുള്ള അവസരം മെസ്സി നഷ്ടപ്പെടുത്തിയത് മന്ത്രിയെയും നിരാശനാക്കി. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഫുട്ബോൾ ആരാധകനാണ് മന്ത്രി അബ്ദുറഹ്മാൻ. ഒപ്പം അർജന്റീനയുടെയും. സ്കൂളിൽ ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു. കഴിഞ്ഞ തവണ റഷ്യയിൽ ലോകകപ്പ് ഫുട്ബോൾ കാണാൻ റഷ്യയിലേക്ക് അബ്ദുറഹ്മാൻ വിമാനം കയറിയിരുന്നു. ഇത്തവണ പോകാൻ കഴിയാത്തത് കാരണം വീട്ടിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലെ വലിയ TV സ്ക്രീനിലാണ് മന്ത്രി മത്സരം കണ്ടത്. കോപ്പയിലെ എല്ലാ മത്സരങ്ങളും അദ്ദേഹം ഒന്നൊഴിയാതെ കണ്ടിട്ടുണ്ട്. മഴ പെയ്താൽ വെള്ളക്കെട്ട്. കുണ്ടും കുഴി നിറഞ്ഞ റോഡിലൂടെ കാൽനടയാത്ര പോലും ദുർഘടം. പരാതിപ്പെട്ടിട്ടും പരിഹാരമായില്ല. പൂക്കയിൽ ട്രസ്റ്റ് പ്ലാസ ഫാത്തിമദ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഇനിയും പരിഹാരമായില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. തിരൂർ നഗരസഭ 1, 4, 5 വാർഡുകൾ ഉൾപ്പെട്ട പൂക്കയിൽ ട്രസ്റ്റ് പ്ലാസ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഇനിയും പരിഹാരമായില്ല. റോഡിൽ നിറയെ കുണ്ടും കുഴിയും നിറഞ്ഞത് കാരണം കാൽനട പോലും പ്രയാസമാണ്. മഴ പെയ്താൽ റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമാകും. വർഷങ്ങളായി പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാത്തതിൽ നാട്ടുകാരിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ പരാതികൾ നൽകിയെങ്കിലും ഒരു അനുകൂല സമീപനവും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ ഇന്ന് വരെ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് ഈ വിഷയം അവരെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നെങ്കിൽ കൂടി ഇന്നും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടാവാത്തതിനാൽ നാട്ടുകാർ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ ഈ റോഡിൻ്റെ ഒരു വികസനം, ഈ റോഡിൻ്റെ ഒരു പുനരുദ്ധാരണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഒപ്പുശേഖരണവും നടത്തുകയാണ് ഇന്ന്. ബന്ധപ്പെട്ട അധികാരികൾ ഇനിയും ഇത്തരത്തിലുള്ളൊരു സമീപനമാണ് ഈ റോഡിനോട് കാണിക്കപ്പെടുന്നതെങ്കിൽ, കാരണം തിരൂരിലെ തന്നെ ഇത്തരത്തിലൊരു റോഡ് ഉണ്ടാവുമോ എന്ന് തന്നെ സംശയമാണ്. അങ്ങനെയാണ് കാണിക്കപ്പെടുന്നതെങ്കിൽ ഭാവി വളരെ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ MLAക്കും മന്ത്രിമാരെ അടക്കമുള്ള ആളുകൾക്ക് ഇന്ന് നിവേദനം കൊടുക്കുകയാണ്. നഗരസഭയിൽ ഇത്രയും മോശം അവസ്ഥയിലുള്ള മറ്റൊരു റോഡ് ഉണ്ടാവില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാഷ്ട്രീയ വിരോധവും കിടമത്സരവും ഇതിന് പിന്നിലുണ്ടെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് 1, 5 വാർഡുകളിലെ കൗൺസിലർമാരായ ജഫ്സൽ, അനിത കല്ലേരി എന്നിവരുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും നടന്നു. നിസാർ, നൌഷാദ് A, ഹസൈനാർ, സുലൈമാൻ, അബ്ദുറഹ്മാൻ, ജലീൽ M, വിജയൻ, താജു, നൂറു, ഷഹീൻ തുടങ്ങിയവർ ഒപ്പുശേഖരണത്തിന് നേതൃത്വം നൽകി. ലോക്ക്ഡൌൺ ലംഘിച്ച് പാറമടയിൽ കുളിക്കാനെത്തിയവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് താനൂർ പോലീസ്. ഒഴൂർ അയ്യായ വെള്ളച്ചാൽ നരിമടയ്ക്ക് സമീപം കോറിയിൽ കുളിക്കാനെത്തിയവരുടെ വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. ഒഴൂർ പഞ്ചായത്തിലെ അയ്യായ വെള്ളച്ചാൽ നരിമടയ്ക്ക് സമീപം കോറിയിൽ കുളിക്കാനെത്തിയവരുടെ വാഹനമാണ് പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. അപ്പോൾ വെള്ളച്ചാലിൽ നരിമടൻ്റെ അവിടേക്ക് ഇങ്ങോട്ട് കുളിച്ചാൽ വന്നാല് ഇതാണ് ഇനി ഉണ്ടാകുക അവസ്ഥ. ഇനി നേരാൽ ഇവിടേക്ക് കൊണ്ട് വരാൻ പാടില്ല കുളിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ദുൽമ മുഴുവൻ ചെയ്യാൻ വേണ്ടി. പരപ്പനങ്ങാടി, താനാളൂർ, കൽപ്പകഞ്ചേരി, ചിറമംഗലം, താനൂർ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രദേശത്ത് നിരവധി പേർ കുളിക്കാനെത്താറുണ്ടെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. പ്രദേശത്ത് കുളിക്കാനെത്തിയവരുടെ 30ഓളം വാഹനങ്ങൾ പോലീസ് പിടികൂടി, പിഴ ചുമത്തി. താനൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു. സംഗീത ഗസൽ പൂക്കൾ മാപ്പിളപ്പാട്ട് വാട്സാപ്പ് കൂട്ടായ്മ മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ മത്സരത്തിൽ പങ്കെടുത്തു. ശ്രീയ N. ആലുവ
പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്ന പുന്നാര റൗളയിൽ പോകുന്നതെന്ന. സംഗീത ഗസൽ പൂക്കൾ വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇശൽ നൈറ്റ് മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. ഓൺലൈൻ വഴി സംഘടിപ്പിച്ച മത്സരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 15-ലധികം പേർ പങ്കെടുത്തു. അതിപതിയവനെ ഉലകിൽ നായകരിൽ. മത്സരത്തിൽ മുഹമ്മദ് സഫ്വാൻ നീലഗിരി 1ാം സ്ഥാനവും മുബഷിറ ഹാരിസ് മക്കരപ്പറമ്പ് 2ാം സ്ഥാനവും മിൻഹ റഹ്മാൻ പുളിക്കൽ 3ാം സ്ഥാനവും നേടി. മത്സരങ്ങൾക്ക് നാസർ ഐ ടി, നസീർ കൊല്ലം, മുന്ന കാസർഗോഡ്, സുബൈദ കോട്ടപ്പുറം, അൽതാഫ്, ഹസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആകലോകകാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണമിത്തൊളി യാ റസൂലേ. ആകലോകകാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണമിത്തൊളി യാ റസൂലേ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറ്റിപ്പുറം പാരശ്ശന്നൂരിൽ യുവാവിനെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു കാണാതായി. ഇടച്ചലം സ്വദേശി സഹദ് എന്ന യുവാവിനെയാണ് കാണാതായത്. കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം അർജന്റീന സ്വന്തമാക്കിയതിന്റെ ആഘോഷത്തിനിടെ പടക്കം പൊട്ടി 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ബൈക്കിലിരുന്ന് പടക്കം പൊട്ടിക്കുന്നതിനിടെ അബദ്ധത്തിൽ കയ്യിലുണ്ടായിരുന്ന പടക്കത്തിന് തീപിടിച്ചാണ് ഇരുവർക്കും പരിക്കേറ്റത്. യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിനും തീപിടിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടർന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് ഇന്ന് 12,220 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,16,563 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.48%. മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ച 1,761 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ലോക്ക്ഡൌൺ ലംഘിച്ച പാറമടയിൽ കുളിക്കാനെത്തിയവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് താനൂർ പോലീസ്. ഒഴൂർ അയ്യായ വെള്ളച്ചാലിൽ നരിവടയ്ക്ക് സമീപം കോറിയിൽ കുളിക്കാനെത്തിയവരുടെ വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.